നമസ്കാരം. 2020 ലോകകപ്പ് കിരീടവും ഇന്ത്യയും തമ്മിൽ ഇനി മണിക്കൂറുകളുടെ മാത്രം അകലമാണുള്ളത്. ഇനി നിമിഷങ്ങൾക്കുള്ളിൽ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും. മത്സരത്തിന്റെ വിജയത്തിന് മുൻപ് ആദ്യ വിജയം ടോസിൽ എന്തായാലും ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്ത്യക്കാണ് ടോസ് ലഭിച്ചത്. ആദ്യം ബാറ്റ് ചെയ്യാൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തീരുമാനിക്കുകയും ചെയ്തു. നമ്മൾ ഈ നിമിഷങ്ങളിൽ ക്രിക്കറ്റിലെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് റാഫി ചേരുന്നു. റാഫി, എന്തായാലും ആദ്യ വിജയം ടോസിൽ കിട്ടുന്നു. ആദ്യം പ്രത്യേകിച്ച് ഇന്ന് പകൽ സമയങ്ങളിലുള്ള മത്സരമാണ്. ഈ വെസ്റ്റ് ഇൻഡീസിന്റെ കാര്യത്തിൽ എടുത്താൽ വെസ്റ്റ് ഇൻഡീസിൽ ഇപ്പോൾ പകൽ സമയമാണ്. ആ സമയത്ത് മത്സരം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ മികച്ചൊരു സ്കോറിലേക്ക് പോകണം എന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആഗ്രഹിക്കുന്നു. മികച്ചൊരു സ്കോറിലേക്ക് പോയാൽ അത് തടുത്തു നിർത്താനുള്ള ബൗളിംഗ് നിര നമുക്കുണ്ട് എന്ന പ്രതീക്ഷയിൽ ബാറ്റിംഗിലേക്ക് പോകുന്നു. എന്തായാലും എന്താണ് ടീം ലൈനപ്പ് സംബന്ധിച്ച് പറയാനുള്ളത്? റുജേഷ്, കഴിഞ്ഞ മത്സരത്തിൽ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഇറങ്ങിയ അതേ ടീം ലൈനപ്പിലാണ് ഇന്ത്യ ഈ മത്സരത്തിലും ഇറങ്ങുന്നത്. ടീം ലൈനപ്പിൽ നമ്മൾ അവസാന മത്സരത്തിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. മികച്ച ഫോമിലല്ലാത്ത ശിവം ദുബെയുടെ മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാൽ ശിവം ദുബെയിൽ വീണ്ടും രോഹിത് ശർമ്മ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവസാന മത്സരത്തിലേക്ക് വരുമ്പോൾ അതേ ടീം തന്നെയാണ് ഇറങ്ങുന്നത്. നമ്മുടെ ടീം ലൈനപ്പ് ഒന്ന് പരിശോധിച്ചാൽ രോഹിത് ശർമ്മ, ഒപ്പം തന്നെ വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, സൂര്യകുമാർ യാദവ്, ശിവൻ ദുബെ, हार्दिक पांडे, रवींद्र जडेजा, अक्षर पटेल, जसप्रीत बुमराह, कुलदीप यादव, अर्शदीप सिंह. ഇതാണ് ഇന്ത്യൻ ടീം ലൈനപ്പ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട പേരുകൾ, നമ്മുടെ ക്യാപ്റ്റൻ്റെ പേരാണ് രോഹിത് ശർമ്മ. രോഹിത് ശർമ്മ തന്നെയാണ് ബാറ്റിംഗ് നയിക്കുന്നത്. രോഹിത് ശർമ്മയിൽ നമുക്ക് എന്തായാലും വിശ്വാസം അർപ്പിക്കാം. കാരണം ഈ ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനമാണ് രോഹിത് ശർമ്മയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ ടീമിലെ ടോപ്പ് സ്കോററും രോഹിത് ശർമ്മ തന്നെയാണ്. ഒപ്പം തന്നെ ടൂർണമെൻറ്റിൽ അത്ര മികച്ച പ്രകടനമല്ല പുറത്തെടുത്തതെങ്കിൽ പോലും വിരാട് കോഹ്ലിയെ അവസാന മത്സരത്തിൽ നമുക്ക് വിശ്വസിക്കേണ്ടതുണ്ട്. വിരാട് കോഹ്ലിയിൽ നിന്ന് ഒരു സൂപ്പർ പ്രകടനം തന്നെ അവസാന മത്സരത്തിൽ ഈ കലാശ പോരാട്ടത്തിൽ കിരീടം നേടുന്നതിന് വേണ്ടി ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഋഷഭ് പന്ത്, വിക്കറ്റ് കീപ്പിങ്ങിൽ ഋഷഭ് പന്താണുള്ളത്. ഋഷഭ് പന്തിലും നമുക്ക് ആത്മവിശ്വാസമുണ്ട്. ഇനി നമ്മൾ ബോളിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രതീക്ഷകളുള്ളത്. ഈ ടൂർണമെൻറ്റിൽ തന്നെ ഇന്ത്യൻ ടീമിൽ 15 വിക്കറ്റുകൾ നേടിയ ബോളറായ അർഷദീപ് സിംഗ്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ്. 6 റൺസിൽ താഴെ എക്കോണമിയിലാണ് അർഷദീപ് സിംഗ് ഈ ടൂർണമെൻറ്റിൽ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം ബോളിംഗ് നിരയിൽ നിന്ന് എടുക്കാം. ബോളിംഗ് നിരയിൽ അർഷദീപ് സിംഗും ഒപ്പം തന്നെ കുൽദീപ് യാദവും ജസ്പ്രീത് ബുംറയും നമുക്ക് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. മികച്ച ഒരു സ്കോർ ഈ ടോസിൽ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു 170നും 200നും ഇടയിലുള്ള ഒരു സ്കോർ ഇന്ത്യൻ ടീം നേടിയാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ബോളിംഗ് നിര ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം. ഇന്ത്യൻ നിര പ്രതീക്ഷ അർപ്പിക്കുന്നതും ആ ബോളിംഗ് നിരയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ബാറ്റിംഗ് നിരയെ സഹായിക്കുന്ന ചേസിൽ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ബോളിംഗ് നിര ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ എടുത്തു പറയേണ്ടത്. എന്തായാലും നമുക്ക് സൗത്ത് ആഫ്രിക്കൻ ലൈനപ്പ് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സൗത്ത് ആഫ്രിക്കൻ ലൈനപ്പിലും കാര്യമായ മാറ്റങ്ങളില്ല എന്നുള്ളതാണ്. സൗത്ത് ആഫ്രിക്കൻ ലൈനപ്പിലേക്ക് വന്നാൽ അവിടെ എയ്ഡൻ മാർക്രം, അവരുടെ ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രം സൗത്ത് ആഫ്രിക്കൻ ലൈനപ്പിലേക്ക് വരുന്നു. ഓപ്പണിംഗ് നിരയിലേക്ക് വരുമ്പോൾ കിൻഡൻ ഡിക്കോക്കും റിസൺ ഹെൻഡ്രിക്സും ഉണ്ട്. ഒപ്പം തന്നെ IPLലെ മിന്നും പ്രകടനമായിരുന്ന സൺറൈസ് ഹൈദരാബാദിൻ്റെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായി IPLൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ബാറ്റിംഗ് നിരയിലെ സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ ഹെൻറിച്ച് ക്ലസൻ ഉണ്ട്. ഒപ്പം ഡേവിഡ് മില്ലർ, 2020 സ്പെഷ്യലിസ്റ്റാണ് ഡേവിഡ് മില്ലർ. അവിടെ ഡേവിഡ് മില്ലർ ഉണ്ട്. ഒപ്പം ഇനി ബോളിംഗ് നിര പരിശോധിക്കുമ്പോൾ ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് ഹെൻറിച്ചാണ്. ഹെൻറിച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൂക്ഷിച്ചിരിക്കേണ്ടതുണ്ട്. അർഷദീപിനെ പോലെ തന്നെ എക്കോണമി റേറ്റിൽ 6ൽ താഴെ മാത്രമാണ് ഹെൻറിച്ചിനുള്ളത്. ആ ഹെൻറിച്ചിൻ്റെയും ഒപ്പം തന്നെ കെഗിസോ റബാദയുടെയും പ്രകടനം ഏറെ നിർണായകമാകും. എന്തായാലും നമുക്ക് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ അനുകൂലമാകുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരെ ഇതേ മൈതാനത്ത് നമ്മൾ കളിച്ചിട്ടുണ്ട്, ഇതേ പിച്ചിൽ നമ്മൾ കളിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരെ ഇതേ വിക്കറ്റിൽ ഇന്ത്യൻ ടീം ഒരു 40 റൺസിലധികം വരുന്നൊരു വിജയം ഈ ടൂർണമെൻറ്റിൽ സൂപ്പർ 8 പോരാട്ടത്തിൽ നേടിയിട്ടുണ്ട് എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ തികച്ചും പ്രതീക്ഷ അർപ്പിക്കാം ഈ കിരീടം ഇന്ത്യക്ക് നേടാൻ കഴിയുമെന്ന കാര്യത്തിൽ. റാഫി, അത് തന്നെയാണ്. രണ്ട് ടീമും സെമി ഫൈനലിൽ നിന്ന് മാറ്റമില്ലാത്ത ടീമുകളെ ഈ ഫൈനൽ പോരാട്ടത്തിന് ഇറക്കുന്നു. രണ്ട് ടീമിൻ്റെയും പ്രത്യേകത തുല്യശക്തികളെന്ന്, ഈ ലോകകപ്പിലെ തുല്യശക്തികളെന്ന് വിലയിരുത്താം. കാരണം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലുമെല്ലാം ഒരുപോലെ നിൽക്കുന്ന താരങ്ങൾ ഈ രണ്ട് ടീമുകൾക്കുമുണ്ട്. എന്തായാലും രണ്ട് ടീമിനും അതോടൊപ്പം ഈ കിരീടം വളരെ പ്രധാനവുമാണ്. 2020 ആകട്ടെ മറ്റ് ക്രിക്കറ്റിലാകട്ടെ
ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു കിരീടം ഇതുവരെയില്ല. ഇന്ത്യക്കാകട്ടെ 11 വർഷത്തിന് ശേഷം ഒരു ICC കിരീടമെന്ന സ്വപ്നം തേടിയാണ് ഇന്ത്യ ഇറങ്ങുന്നത്. രണ്ട് ടീമും അവരുടെ പരമാവധി നൽകും എന്ന് തന്നെ ഉറപ്പിക്കാം. എന്തായാലും മത്സരത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്കറിയാം, കേരളത്തിലും എല്ലായിടത്തും വലിയ ആവേശത്തോടെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഈ മത്സരത്തെ കാണുന്നത്. കോഴിക്കോടേക്ക് പോയാൽ കാൽപന്തിനോട് എന്നതുപോലെ തന്നെ ക്രിക്കറ്റിനോടും ആവേശമുള്ള നാടാണ് കോഴിക്കോട്. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുകയാണ്. ബെൻസൺ, അവിടെയുള്ള ആവേശം ഇനി എങ്ങനെയാണ്? 8 മണിക്ക് ഇനി മത്സരം തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതെ, രുചി സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാത്തരം കളിയെയും, കളി കായികമായിക്കോട്ടെ അല്ലെങ്കിൽ കലയായിക്കോട്ടെ, എന്തിനേയും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു മണ്ണാണ് കോഴിക്കോടിൻ്റേത്. അപ്പോൾ ക്രിക്കറ്റ് വേൾഡ് കപ്പ് അതിൻ്റെ ഫൈനലിലോട്ട് എത്തി നിൽക്കുകയാണ്. T20 വേൾഡ് കപ്പ് ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ അതിന് വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ കോഴിക്കോട്ടുകാർ സ്വീകരിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഗെയിം ഓൺ എന്നൊരു ടർഫിലാണുള്ളത്. നടക്കാവുള്ള ഒരു ടർഫിലാണ്. ഇവിടെ ഇപ്പോൾ നിരവധി ആളുകൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് അല്പസമയത്തുള്ളിൽ തന്നെ ഇന്ത്യയുടെ കളി ബാറ്റിംഗ് തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ട് പോകാനുള്ളതാണ്. ചേട്ടാ, ടോസ് ഇട്ടു, ഇന്ത്യക്കാണ് ബാറ്റിംഗ്. ടീമിൽ ഒരു മാറ്റവും ഇല്ല, സൗത്ത് ആഫ്രിക്കൻ ടീമിൽ ഒരു മാറ്റവും ഇല്ല. എന്താണ് പ്രതീക്ഷ? ഇന്ത്യ ബാറ്റിംഗ് ഫസ്റ്റ് ആയതുകൊണ്ട് വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം ബോളിംഗ് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കളിക്കുകയാണെങ്കിൽ ഇന്ന് എന്തായാലും കപ്പ് നമുക്ക് അതിന് കിട്ടേണ്ടതാണ്. അവിടുത്തെ ഒരു പിച്ചിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം സ്പിന്നിനെ കൂടുതലായിട്ട് തുണയ്ക്കുന്ന ഒരു പിച്ചാണ്. ആ സ്പിന്നേഴ്സാണ് ഈ കഴിഞ്ഞ കളികളെല്ലാം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ബാറ്റ്സ്മാൻമാരുടെ ഒരു അവരുടേതായിട്ടുള്ള കടമ അവർ നിർവഹിച്ചിട്ടുണ്ട്. എങ്കിലും സ്പിന്നിന് കൂടുതലൊരു സാധ്യതയുള്ള ഒരു പിച്ചാണ്. അപ്പോൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഗുണകരമായിട്ട് തന്നെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും രോഹിത് ശർമ്മ അന്ന് പണ്ട് പറഞ്ഞ പോലെ 4 സ്പിന്നേഴ്സ് വേണം എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അവസാനമാണ് മനസ്സിലാവുക എന്ന് പറഞ്ഞു. ഇന്നാണ് ആ ദിവസം എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ മത്സരങ്ങളെയും കൃത്യമായി കണ്ട് വിലയിരുത്തി അതിനെ ഇനിയുള്ള കളികൾ എങ്ങനെയായിരിക്കും എന്നൊരു പ്രതീക്ഷ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും ഈ കളികളെ നോക്കിക്കണ്ടിട്ടുള്ളത്. ചേട്ടാ, ഫൈനലെത്തി, ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് ഒരു പ്രതീക്ഷ? നമുക്ക് ടീമുകളിൽ ഒരു മാറ്റമില്ല. കഴിഞ്ഞ കളികൾ കളിച്ച അതേ പ്ലേയിങ് 11 തന്നെയാണ് കളിക്കുന്നത്. വിരാട് കോഹ്ലിൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറയണം. കഴിഞ്ഞ ഈ ഒരു ടൂർണമെൻറ്റിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ, നല്ലൊരു കളി കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഫൈനലിൽ അദ്ദേഹം ഒരു നല്ലൊരു മാച്ച് കളിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? വിരാട് കോഹ്ലി ഒരു ബിഗ് മാച്ച് പ്ലെയറാണ്. അപ്പോൾ ഒരു ടൈറ്റ് കളി വരുമ്പോൾ വിരാട് കോഹ്ലി എന്തായാലും കളിക്കേണ്ടതാണ്. ടീമിൽ സഞ്ജു കളിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സെറ്റ് ടീം കളിക്കുന്നതിനാണ് എപ്പോഴും അതിൻ്റെ സേഫർ സൈഡ്. ഇതുവരെ കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ കളിക്കുക. നമ്മുടെ ബോളിംഗ് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ബാറ്റിംഗ് ആണെന്ന് വിവരം കിട്ടി. അപ്പോൾ ബോളിംഗ് സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ എന്ത് സ്കോർ എടുത്താലും ഡിഫെൻഡ് ചെയ്യുന്നതാണ് പ്രതീക്ഷ. അപ്പോൾ ഒരു 2015 ശേഷം ഒരു ICC ടൂർണമെൻറ്റ് എല്ലാ ഇന്ത്യക്കാരൻ്റെ സ്വപ്നമാണ്. അപ്പോൾ എന്തായാലും പ്രാവശ്യം ഇന്ത്യ കപ്പടിക്കുന്നതാണ് എല്ലാവരും വിശ്വാസം. എല്ലാവരും നല്ല ആവേശത്തിലുമാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കായിക പ്രേമികളെല്ലാം ഇവിടെ ഒത്തുചേരുന്നു. അവർ ഇത്തരം ഒരു സമയങ്ങൾ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവർ ചെലവഴിക്കുന്നു. ചേട്ടാ, അതാ ഇപ്പം ഫൈനല് തുടങ്ങാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും ഇന്ത്യക്ക് വേണ്ടിയുള്ള വലിയ പ്രതീക്ഷയിലാണ്. പക്ഷേ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. വളരെ മികച്ച ഒരു ടീമാണ്. കഴിഞ്ഞ IPL നമ്മൾ കണ്ടാണ്. IPL നല്ല മത്സരം കാഴ്ചവെച്ച പ്ലെയേഴ്സ് ഒരുപാട് പേരുണ്ട് സൗത്ത് ആഫ്രിക്കൻ ടീമിൽ. അപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ ഒരു കളി എങ്ങനെയായിരിക്കും എന്നൊരു വിലയിരുത്തലുണ്ടോ? ഇന്ത്യൻ ടീം വളരെയധികം ബെറ്റർ ടീമാണ് കഴിഞ്ഞ കളികളൊക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഓപ്പോസിറ്റ് സൗത്ത് ആഫ്രിക്കയാണ്. ഇതുവരെ അവർക്ക് ഫൈനൽ എത്താൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് അവർ ഫൈനൽ എത്തുന്നത്. അവർ നല്ല കളി കാഴ്ചവെക്കും, ഉറപ്പാണ്. ബെൻസൺ, അത് തന്നെയാണ്. എന്തായാലും സൗത്ത് ആഫ്രിക്കയെയും ദക്ഷിണാഫ്രിക്കയും ഒരിക്കലും നമുക്ക് വില കുറച്ച് കാണാൻ പറ്റാത്ത ഒരു സംഘമാണ്. ഈ ലോകകപ്പിനെ വിശേഷിപ്പിച്ചാൽ പ്രത്യേകിച്ച് അവർ അപരാജിതരായി ഈ ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് വന്ന ഒരു ടീമാണ്. ഒരു മത്സരത്തിലും അവർക്ക് തോൽവി അറിയേണ്ടി വന്നിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സെമിയിൽ ഓസ്ട്രേലിയയെ പോലും ഞെട്ടിച്ച അഫ്ഗാനിസ്ഥാനെ വളരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഫൈനലിലേക്ക് കടന്നു വന്നത്. അങ്ങനെ ദക്ഷിണാഫ്രിക്കയെ നമുക്ക് ഒരിക്കലും ഫൈനലിലേക്ക് നേരിടുമ്പോൾ ഒരിക്കലും എതിരാളികളെ വില കുറച്ച് കാണാനാവാത്ത ഒരു സംഘമാണ്. എല്ലാ കാലത്തും ശക്തമായ ഒരു ടീമുമായി വരുന്നതാണ് ദക്ഷിണാഫ്രിക്കയുടെ ഒരു പതിവ്. പക്ഷേ പലപ്പോഴും കിരീടത്തിലേക്ക് എത്തുമ്പോൾ അത് ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ ചരിത്രത്തിലാദ്യമായി അവർ ഫൈനലിലേക്ക് എത്തുന്നു എന്നത് പ്രത്യേകതയാണ്. പല ഇതിഹാസ താരങ്ങൾക്കും നമുക്കറിയാം, AB de Villiers അടക്കമുള്ള ഇതിഹാസ താരങ്ങൾക്ക് നേടാൻ കഴിയാത്തത് എയ്ഡൻ മർക്രാമിന് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി നൽകാനാകുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്ക് കൊച്ചിയിലേക്ക് പോയാൽ കെബിൻ കെന്നഡി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. പലപ്പോഴും ഫുട്ബോളിലൊക്കെയാണ് നമ്മൾ ഈ തത്സമയ സംപ്രേഷണമൊക്കെ ആയി ആരാധകർ നിൽക്കുന്നത് കാണാറുള്ളത്. ഇപ്പോൾ ക്രിക്കറ്റിനും അതുപോലെ തന്നെ തത്സമയ സംപ്രേഷണവുമായി ഒക്കെ ആരാധകർ കാത്തിരിക്കുകയാണ്. കെബിൻ, എന്താണ് കൊച്ചിയിലെ വിശേഷങ്ങൾ? രുചീഷ്, ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ കറുകപ്പള്ളിയിൽ ഈ മത്സരത്തിനായി ഒരുക്കിയിരിക്കുന്ന
സ്ക്രീനുള്ളിടത്താണ്. ഇവിടെയും വളരെയധികം ആവേശത്തിലാണ് ഇവിടുത്തെ ആരാധകർ. അതായത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇപ്പോൾ ഈ വർഷം കപ്പ് തിരിച്ച് 2007 ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഇവർ കരുതുന്നത്. ഒരുപാട് കുട്ടിക്കൂട്ടങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിലവിൽ കളി കാണാനായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഇപ്രാവശ്യം ഇന്ത്യ എന്നെ കപ്പടിക്കും. പിന്നെ ഒരു വിഷമമുണ്ട്, നമ്മളെ സഞ്ജു മാത്രമില്ലാത്തൊരു വിഷമമുള്ളൂ. സഞ്ജു ഇല്ലാത്തൊരു വിഷമമുണ്ട്. കോഹ്ലിയുടെ ബാറ്റിംഗ് മോശമാണല്ലോ. വിരാട് കോഹ്ലി നേരത്തെ ഫോം അല്ലായിരുന്നു, ഇപ്പൊ നല്ല ഫോമാണ്. ഇപ്പൊ ഞാൻ വിചാരിക്കണ സെഞ്ചുറി മിക്കവാറും അടിക്കുമെന്നാണ്. ഒരു ആവേശമല്ലോ, ഒരു ആവേശം. അങ്ങനെയാണ് കുട്ടിക്കൂട്ടങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വളരെ ആവേശത്തിലാണ്. ഇനി ഏതാനും മിനിറ്റുകൾ കൂടിയാണ് മത്സരം തുടങ്ങാനായിട്ടുള്ളത്. എന്താണ് ഈ പോർച്ചുഗലിന്റെ ജേഴ്സി കിട്ടുകൊണ്ടിരിക്കുന്നത്? ക്രിക്കറ്റ് ആരാധകനാണ്? ഫുട്ബോൾ ആരാധകനാണ്. ക്രിക്കറ്റ് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഇന്ന് ആര് കപ്പടിക്കും? ഇന്ത്യ. എന്താണ് പ്രതീക്ഷ? രോഹിത് ശർമ്മ സെഞ്ചുറി അടിക്കും. അതെ, ഇന്നത്തെ മത്സരത്തിൽ രോഹിത് ശർമ്മ സെഞ്ചുറി അടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. കൂടാതെ ഇപ്പുറത്തെ വശത്തേക്ക് വരികയാണെങ്കിൽ മുതിർന്നവർ ഉൾപ്പെടെ ഇവിടെ കളി കാണുന്നതിനായിട്ട് 5:30 തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ആരാധകർ എന്ന് കാണാം. പ്രത്യേകിച്ചും ഈ പോർച്ചുഗലിന്റെ ജേഴ്സിയൊക്കെ അണിഞ്ഞ് ആരാധകർ നിൽക്കുമ്പോൾ ഈ ഒരു സാഹചര്യം പലപ്പോഴും കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് ഈ ക്രിക്കറ്റ് ലോകകപ്പ് വരുന്നു എന്നതാണ് ഈ ഒരു സാഹചര്യത്തിൻ്റെ പ്രത്യേകത. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ആരാധകരുള്ളത്. ന്യൂസ് മലയാളം ഫ്ലോറും അതുപോലെ തന്നെ വലിയ ആവേശത്തിൽ ഇവിടെയും ആരാധകരുണ്ട്. ന്യൂസ് മലയാളം ഫ്ലോറിൽ നിന്ന് ശ്യാമിലി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്യാമിലി, എങ്ങനെയുണ്ട് നമ്മുടെ ഇടയിലുള്ള ആരാധകരുടെ വിശേഷങ്ങൾ? രുചിഷ്, 110 കോടി ജനങ്ങളും ഇന്ത്യ കപ്പെടുക്കും ആരാധനയോടെ കാത്തിരിക്കുകയാണ്, ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ഡെസ്കിലും ചുരുങ്ങിയതല്ല വലിയ പക്ഷം ആളുകൾ തന്നെയുണ്ട് ഇന്ത്യയുടെ വിജയം ആഗ്രഹിക്കുന്നവർ. അതുമാത്രമല്ല ദക്ഷിണാഫ്രിക്കയുടെ ചില സൈലന്റ് ആരാധകരും ഇവിടെയുണ്ട്. നമുക്ക് അവരുടെ ആവേശം കേട്ടും കണ്ടും വരാം. ആദ്യം നമുക്ക് മനുഷ്യ, ആര് ജയിക്കുന്ന? ഇന്ത്യനെ ജയിക്കും. ഇന്ത്യനെ ജയിക്കും. അങ്ങനെ പറയാൻ കാരണം? ഇത് ഈ ടൂർണമെൻറ്റിൽ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ നല്ല മത്സരം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധന എന്ന നിലയിൽ രാഹുൽ ദ്രാവിഡിൻ്റെ പരിശീലന നിലയിലുള്ള അവസാനത്തെ മത്സരമായിരിക്കാം. രോഹിത് ശർമ്മയുടെ നായകൻ നിലയുള്ള ഒരു അവസാനത്തെ ലോകകപ്പായിരിക്കാം. അതേപോലെ വിരാട് കോഹ്ലിയുടെ അവസാനത്തെ ലോകകപ്പായിരിക്കാം. ഇപ്പോൾ ഇവർക്ക് 3 പേർക്കും ഒരു രാജകീയമായൊരു വിടവാങ്ങൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നൽകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ തന്നെ കപ്പടിക്കും. ഒരു ആരാധകൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ആരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഈ മത്സരത്തിൽ കാത്തിരിക്കുന്നത്? കോഹ്ലി, ഒറ്റ ഉത്തേജമുള്ള കോഹ്ലി. ഇംഗ്ലണ്ടിന് സെമിക്ക് ശേഷം രോഹിത് ശർമ്മ പറഞ്ഞ വാക്കുണ്ടായിരുന്നു, കോഹ്ലി കുറച്ച് റൺസ് ഫൈനലിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്നുള്ളത്. അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണത്. ഒറ്റ ചോദ്യമുള്ളൂ, ഒറ്റ ഉത്തേജമുള്ളൂ കോഹ്ലി. തീർച്ചയായും ഈ പരമ്പര മുഴുക്കെ കിങ് കോഹ്ലി ഫോമൗട്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. ദ്രാവിഡും രോഹിത്തും അടക്കം ആ പ്രതീക്ഷകളും നമ്മോട് നേരത്തെ കഴിഞ്ഞ മാച്ചിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ പങ്കുവച്ചതാണ്. കാരണം അദ്ദേഹം ഫോമൗട്ടിലല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ ഷോട്ടുകളും ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. തീർച്ചയായും ആ പ്രതീക്ഷ കാക്കുമോ ഇന്ന് കോഹ്ലി എന്ന് കണ്ടു തന്നെ അറിയണം. കളി തുടങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തീർച്ചയായും നമ്മുടെ ഡെസ്കിലെ ബാക്കി ആവേശം കൂടെ കാണണ്ടേ? നമുക്ക് ഒരു പ്രതികരണം കൂടി എടുക്കാം. നമ്മളോടൊപ്പം പരിശീലകൻ സെബാസ്റ്റ്യൻ ചേരുകയാണ്. സെബാസ്റ്റ്യൻ ആന്റണി, എന്തായാലും ഇനി നിമിഷങ്ങൾ മാത്രമാണ്, 5 മിനിറ്റ് മാത്രമാണ് മത്സരത്തിലുള്ളത്. എന്തായാലും ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നു. നമുക്കറിയാം പകൽ സമയമാണ് വെസ്റ്റ് ഇൻഡീസിൽ മത്സരം. അതുകൊണ്ട് തന്നെ ഒരു ഡ്യൂ ഫാക്ടറൊന്നും നമ്മൾ ഇതിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. മികച്ച സ്കോറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. വിരാട് കോഹ്ലി എന്തായാലും ഫൈനലിലേക്ക് ഒരു മികച്ച ഇന്നിങ്സ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ക്യാപ്റ്റൻ നേരത്തെ പറഞ്ഞത് ഓർമ്മിക്കുന്നു. എങ്ങനെ ഈ മത്സരത്തെ വിലയിരുത്താം? ഈ മത്സരം ആക്ച്വലി നല്ല ടോസാണ്. കാരണം ഫൈനൽസ് ആകുമ്പോൾ പ്രഷർ എന്തായാലും ടീം ചേസ് ചെയ്യുന്ന ടീമിന്റെ മേത്തായിരിക്കും എന്തായാലും. പിന്നെ ഇന്ത്യയുടെ ഒരു പ്ലസ് പോയിന്റ്, ഇന്ത്യ ഓൾറെഡി ഈ വെന്യൂൽ ഒരു മാച്ച് കളിച്ചു വരുന്ന ടീമാണ് അഫ്ഗാനിസ്ഥാനായിട്ട്. സോ ഐ തിങ്ക് ഇന്ത്യ ഓൾറെഡി ഹാസ് ദ അപ്പർ ഹാൻഡ് ഇൻ ദിസ് മാച്ച്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഈ 2 ടീമുകളും അപരാജിതരായി മുന്നേറുന്ന ഒരു ടീമാണ്. ദക്ഷിണാഫ്രിക്കയെ നമുക്ക് എഴുതിത്തള്ളാനാവില്ല. പലപ്പോഴും നമുക്കറിയാം എല്ലാ തവണയും സെമിയിൽ അവർ കാലിടറുന്നതാണ് കാണാറുള്ളത്. പക്ഷേ ഇത്തവണ അവർ ഫൈനലിലേക്കും ആദ്യമായി മുന്നേറുന്നു. ദക്ഷിണാഫ്രിക്കൻ ടീമിനെ എങ്ങനെ വിലയിരുത്താം? സൗത്ത് ആഫ്രിക്ക നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സെയിം വെരി വെൽ ബാലൻസ് ടീമാണ്. കാരണം ഫാസ്റ്റ് ബോളേഴ്സ് ആയിക്കോട്ടെ, അവർ ഫാസ്റ്റ് ബോളേഴ്സ് നല്ല ഫോമിലാണ്. അവർ സ്പിന്നേഴ്സ് ചംഷി, മഹാരാജ വെരി ബാലൻസ്ഡ് ആണ്. പക്ഷെ അവർ ആകെ ഒരു കൺസേൺ ടോപ്പ് ഓർഡറാണ്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദർ കൺസേൺ ഈസ് ടോപ്പ് ഓർഡർ.
പ്ലസ് തിരിച്ച് ഇന്ത്യൻ ടീം എടുത്ത് നോക്കാൻ ഐ തിങ്ക് ഇന്ത്യ ഹാസ് എ വെരി വെൽ ബാലൻസ് സൈഡ്, എസ്പെഷ്യലി ഓൺ വിക്കറ്റ് അറ്റ് ബ്രിഡ്ജ് ടൗൺ. ലേറ്റസ്റ്റ് സ്റ്റേജിൽ സ്പിൻ ഡെഫിനറ്റ്ലി അത് എഫക്റ്റീവ് ആയിരിക്കും. എന്തായാലും നമുക്കൊരു വിജയം തന്നെ ആഗ്രഹിക്കുന്നു. കാരണം 11 വർഷത്തിന് ശേഷം ഒരു ICC കിരീടമെന്ന സ്വപ്നം രോഹിത് ശർമ്മയ്ക്ക് എന്തായാലും ഇന്ത്യക്ക് നൽകാനാകുമെന്ന് തന്നെയാണോ താങ്കളും പ്രതീക്ഷിക്കുന്നത്? അതെ ഡെഫിനറ്റ്ലി. നമുക്ക് എന്തായാലും ഐ തിങ്ക് ഇത്ര ഇപ്പൊ ലാസ്റ്റ് 1 ഡേ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും ഈവൻ T20 ആയാലും ഐ തിങ്ക് ദിസ് ഈസ് ഗോയിങ് ടു ബി ഇന്ത്യസ് കപ്പ് ഫോർ ഷുവർ. വളരെയധികം നന്ദി ശ്രീ സെബാസ്റ്റ്യൻ ആന്റണി ചേർന്നതിന്. എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടി ഡെസ്കിലേക്ക് പോവുകയാണ്, ന്യൂസ് മലയാളം ഫ്ലോറിലേക്ക് പോവുകയാണ്, ശ്യാമിലിയിലേക്ക്. ആ രുചിഷ് നിർത്തിയെടുത്ത് വീണ്ടും തുടങ്ങുകയാണ്. അതെ, നിങ്ങളുടെ ഉള്ളിൽ തുടിക്കുന്ന ആ ഹൃദയം ഇന്ത്യയുടെയോ പാകിസ്ഥാന്റെയോ വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു? ദക്ഷിണാഫ്രിക്കയാണ്. കാരണം ഒരു കപ്പും നേടിയിട്ടില്ല, ഇപ്രാവശ്യങ്ങളും നേടണം എന്നൊരാഗ്രഹമുണ്ട്. കന്നി കിരീടം ആഗ്രഹിക്കുകയാണ് അദ്ദേഹം. വീണ്ടും മർവ, ദക്ഷിണാഫ്രിക്ക. വീണ്ടും ഒരു ദക്ഷിണാഫ്രിക്കൻ ആരാധകൻ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ചില സൈലന്റ് ആരാധകരൊക്കെ ഉണ്ട് ഇവിടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് എന്ന്. ഗൗതം, ദക്ഷിണാഫ്രിക്ക തർക്കം. വീണ്ടും ദക്ഷിണാഫ്രിക്ക. നിങ്ങളോ? ഇന്ത്യ ജയിക്കണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. അതെ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് 2013 ഇന്ത്യ ജയിക്കുന്നത്. ആ ഒരു ആവേശം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു അത് വീണ്ടും ആവർത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. തീർച്ചയായും വീണ്ടും ആവർത്തിക്കും എന്ന് തന്നെയാണ് സ്വാതി നമ്മളോട് പങ്കുവെക്കുന്നത്. ഇതാ ആതിര, ആര് ജയിക്കും? നമ്മുടെ ഇന്ത്യ തന്നെ ജയിക്കും, അതിൽ ഒരു സംശയമില്ല. തീർച്ചയായും ആ ആവേശത്തിലും ആഗ്രഹം അതിനുള്ളിൽ പ്രകടമാണ്. ലാൽകൃഷ്ണ, ഞാൻ കഴിഞ്ഞ വേൾഡ് കപ്പ്, അതായത് ആദ്യത്തെ വേൾഡ് കപ്പ് ജയിക്കുന്നത് കാണുന്നത് പബ്ലിക് ലൈബ്രറി ഇരുന്നായിരുന്നു പ്ലസ് 2 പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതെ ലാസ്റ്റ് ശ്രീശാന്ത് പിടിക്കുന്ന ക്യാച്ച് മിസ്സായിപ്പോൾ കാണാൻ പറ്റാതെ പോയതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഇന്ത്യ ജയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ സഞ്ജു ഇല്ല 11. അത് ഒരു സങ്കടമാണ്. പക്ഷേ ടീമിലൊരു മലയാളി സാന്നിധ്യം എന്നുള്ളത് ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ ഒരു ഭാഗ്യവുമായി വരാൻ അങ്ങനെ കണക്കാണ്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിന് ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ വേണമെങ്കിൽ അതിൻ്റെ ഒരു കിംവദന്തി പറത്താനും തയ്യാറാണ്. ഒരു മലയാളി ഇല്ലാതെ നമുക്കൊരു കപ്പ് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത്. അപ്പോൾ ഒരു മലയാളി ഉണ്ട് ഈ സ്ക്വാഡിൽ, അതുകൊണ്ട് ഈ കപ്പ് ഇന്ത്യ എടുത്തുകൂടായികയില്ല. അതേസമയം ചില ദക്ഷിണാഫ്രിക്കൻ ആരാധകർ ഇവിടെ ആഗ്രഹിക്കുന്നു ഈ കപ്പ് നമുക്ക് തന്നെ കിട്ടണേ. അങ്ങനെയാണോ? അല്ല, ഇന്ത്യ ജയിക്കണം. ഇന്ത്യ ജയിക്കണം, അങ്ങനെയാണോ? ഇന്ത്യ ജയിക്കണം. ഇന്ത്യ ജയിക്കട്ടെ. ദക്ഷിണാഫ്രിക്കയും അതുപോലെ നല്ല പെർഫോമൻസ് നടത്തട്ടെ എന്നും പറയുന്നു. അങ്ങനെയാണോ ചേട്ടാ? അതെ, ഇന്ത്യ ജയിക്കണം. ശരി ശ്യാമിലി, എന്തായാലും ഇന്ത്യക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും ഒരുപോലെ ആരാധകർ അവിടെ കാണാം. എന്തായാലും നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയോട് ഇത്തരത്തിലൊരു സെന്റിമെന്റ്സ് പല തരത്തിൽ ക്രിക്കറ്റ് ആരാധകർക്കുണ്ട്. അവർ എല്ലാ തവണയും മികച്ച സൂപ്പർ താരങ്ങളുമായി വരും, അവർ മികച്ച രീതിയിൽ കളിക്കും, ഏറ്റവും ഒടുവിൽ അവർ തോറ്റുകൊണ്ടു പോകുന്നതാണ് നമ്മൾ കാണാറുള്ളത്. ഇത്തവണയും അത് സംഭവിക്കട്ടെ എന്ന് ഒരു ഇന്ത്യൻ ആരാധകൻ എന്ന നിലയിൽ നമുക്ക് പറയാം. പക്ഷേ ഒരിക്കലും എഴുതിത്തള്ളാൻ പറ്റാത്ത 2 ടീമുകൾ, അപരാജിതരായ 2 സംഘം ഒന്നിച്ച് മുന്നേറുകയാണ്. എന്തായാലും മത്സരത്തിലേക്ക് പോവുകയാണ്. 8 മണിയായിരിക്കുന്നു, മത്സരത്തിലേക്ക് പോവുകയാണ്.